കേരളം ഇനി നടത്താൻ പോകുന്ന സെൻസസിൽ സുതാര്യമായി തന്നെ ജാതി സെൻസസും നടത്താൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി എടുത്ത തീരുമാനം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ജാതി സെൻസസ് ഒരു ചൂടുള്ള വിഷയമാണ്. ബീഹാർ ജാതി സർവേ 2023 പുറത്തിറക്കിയത് മുതൽ പ്രതിപക്ഷ പാർട്ടികളിൽ, അത് കോൺഗ്രസ് ഉൾപ്പെടെ, ജാതി അടിസ്ഥാനമാക്കിയുള്ള ഡേറ്റയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഭരണകക്ഷിയായ BJP പ്രതിപക്ഷത്തിനെതിരെ ആയുധമായി തന്നെയാണ് ജാതി സെൻസസ് പുറത്തെടുത്തത്. ഒരു പ്രദേശത്തെ ജനസംഖ്യയെക്കുറിച്ചുള്ള ഒരു സർവേയാണ് സെൻസസ്. ഇതിൽ ഒരു രാജ്യത്തിന്റെ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. അതിൽ പ്രായം, ലിംഗഭേദം, തൊഴിൽ എന്നിവ ഉൾപ്പെടുന്നു. ജനസംഖ്യ, അതിന്റെ ഘടന, അവരുടെ സാമൂഹിക സാമ്പത്തിക നില എന്നിവയെക്കുറിച്ച് സർക്കാരിനും നയരൂപീകരണക്കാർക്കും അക്കാദമിക് വിദഗ്ധർക്കും വേണ്ടുന്ന ഡേറ്റ നൽകുന്നു. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് 1872 ബ്രിട്ടീഷുകാരാണ് ആരംഭിച്ചത്. ജാതി സെൻസസ് എന്നാൽ ആളുകളുടെ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളുടെയും OBC വിഭാഗങ്ങളുടെയും പട്ടികപ്പെടുത്തും. 2010 ജാതി കണക്കെടുപ്പ് നടത്താൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA സമ്മർദ്ദം നേരിട്ടു. 2011 സെൻസസിൽ ജാതി സമുദായ വിവരങ്ങൾ ശേഖരിക്കണമെന്നാവശ്യപ്പെട്ട അന്നത്തെ നിയമമന്ത്രിയായ വീരപ്പ മൊയ്ലി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഒരു കത്തെഴുതി. ഗ്രാമവികസന മന്ത്രാലയവും നഗരപ്രദേശങ്ങളിൽ ഭവന നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജന മന്ത്രാലയവും ചേർന്ന് 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തി. തമിഴ്നാട് കേഡറിലെ മുൻ IAS ഉദ്യോഗസ്ഥനായ K. അശോക് വർദ്ധൻ ഷെഡ്ഡി പറഞ്ഞത്, മോശമായ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയതാണ് അന്നത്തെ സെൻസസ്. ഏകദേശം ഒരു 46 ലക്ഷം കണക്കുകൾ കണ്ടെത്തി. പക്ഷെ അവ ഒരിക്കലും പുറത്തുവിട്ടില്ല. ജാതി കണക്കുകൾ പുറത്തുവിടാതെയാണ് അന്നത്തെ ഡേറ്റ 2016 പുറത്തുവിട്ടത്. ഇന്ത്യയിൽ ജാതി സെൻസസ് ഒരു രാഷ്ട്രീയ വിഷയമാണ്. ജാതി സെൻസസിനെ വിമർശിക്കുന്നവർ പറയുന്നത് ഇത് സാമൂഹികമായി ധ്രുവീകരിക്കുന്നതാണെന്നാണ്. ചിലർ വാദിക്കുന്നത് ഇത് സംവരണത്തിനായുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്നും. എന്നിരുന്നാലും ജാതി സെൻസസിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കായുള്ള സർക്കാരിന്റെ അനുകൂല നടപടികൾ പുനഃക്രമീകരിക്കാൻ ഇതൊരു അനിവാര്യ ഘടകമാണെന്നാണ്. 2021 BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജാതി കണക്കെടുപ്പ് നടത്തുന്നത് നിരസിച്ചിരുന്നു. ആ സർക്കാരാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.